ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ആഗോള തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ സാന്നിധ്യമുണ്ടെന്ന സൂചനകൾ പുറത്തുവരുന്നു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തു. UK-യിലുള്ള ഒരു 16-കാരൻ്റെ മൊഴിയിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെയാണ് ആ പരാതി. ഇസ്ലാമിക് സ്റ്റേറ്റ്സിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നാണ് ആ 16-കാരൻ നൽകിയിരിക്കുന്ന മൊഴി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കുകയാണ് വെഞ്ഞാറമൂട് പോലീസ്. അതേസമയം ഈ സംഭവത്തിൽ മറ്റൊരു വാദമാണ് ഈ 16-കാരൻ്റെ അമ്മ ഉയർത്തുന്നത്. മാതാവ് പറയുന്നത് ഈ കുട്ടി അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നത് ചോദ്യം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പരാതി ഉയർത്തുകയായിരുന്നു എന്നാണ്. മാത്രവുമല്ല, ഈ 16-കാരനെതിരെയും ഈ മാതാവിൻ്റെ അവരുടെ ആദ്യ ഭർത്താവിനെതിരെയും മറ്റൊരു പരാതി കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഈ മൊഴികളിലടക്കം ദുരൂഹതയുണ്ടെന്ന സംശയവും കൂടി ജനിപ്പിക്കുന്നു. ഏതായാലും വളരെ വിശദമായുള്ള ഒരു അന്വേഷണം, അത് പോലീസ് മാത്രമല്ല, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് കൂടി അന്വേഷണം ഏറ്റെടുക്കുകയാണ്. NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇത് സംബന്ധിച്ച പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ സാന്നിധ്യം അത് ചർച്ചയായതാണ്. 21 മലയാളികൾ നേരെ അവർ ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ കേന്ദ്രത്തിലേക്ക് തിരിക്കുന്നു. അങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം, അവരിൽ പലരും മരണപ്പെട്ട ഒരു സാഹചര്യം, അത് കാസർഗോഡ് ജില്ലയിലായിരുന്നു. അവിടെ വലിയ ആശങ്കയായിരുന്നു. പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആശയത്തിൽ ആകൃഷ്ടരായവരുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം കേരള പോലീസ് തന്നെ നടത്തി. അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ആളുകളെ അവരെ നിരന്തരം കൗൺസിലിംഗ് നടത്തി പിന്തിരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക പോലീസ് നേതാക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെയാണ് പോലീസിൻ്റെ നീക്കങ്ങൾ. കേന്ദ്ര ഏജൻസികളും കൃത്യമായി ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ഇനി രാജ്യത്ത് തീവ്രവാദം വളരാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസും ഏജൻസികളും മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പരാതികളും മൊഴികളും വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക.